പരിശുദ്ധ പരമ ദിവ്യകാരുണ്യം. പ്രിയപ്പെട്ടവരെ, വളരെ വളരെ വലിയ സാക്ഷ്യങ്ങളാണ് നമ്മൾ കേട്ട് വിശ്വാസത്തിലെ ജ്വലിക്കുന്നത്. ഇപ്പോഴേ കേട്ട സാക്ഷ്യങ്ങളല്ല, വളരെ നിലവാരമുള്ള സാക്ഷ്യങ്ങളാണ്. അതിൽ തന്നെ സംഭവിച്ച 2-3 കുഞ്ഞു സാക്ഷ്യങ്ങളാണ് ഇപ്പോൾ ആരാധനയ്ക്ക് വിഷയമായി എടുക്കുന്നത്. ആ വലിയ സാക്ഷ്യങ്ങളുടെ കൂട്ടത്തിൽ 2 കുഞ്ഞു സാക്ഷ്യം ഉണ്ടായിരുന്നു. ഒന്നെന്താണ് സംഭവം? 52 കൊല്ലമായിട്ട് വഴി കിട്ടാത്ത സ്ഥലം അല്ലേ? അവിടെ എന്താ അവർ ചെയ്തത്? കൊണ്ടുപോയി കൊടി നാട്ടി. അതാണ് സംഭവം. എന്ത് കൊടി? കൃപാസനത്തിൻ്റെ കൊടി. അതിൻ്റെ അർത്ഥം ഞാൻ നിങ്ങളോട് പറയാം എന്താ സംഭവിച്ചതെന്ന്. ആരും പോയി കൊടിയൊന്നും മേടിച്ചേക്കരുത്, കൊടി തരത്തുമില്ല. കൊടി നിങ്ങൾക്കുള്ളതല്ല. കൊടി മത്സ്യത്തൊഴിലാളി മേഖലയിൽ കൃപാസനം 89 തൊട്ട് പ്രവർത്തിച്ചപ്പോഴേ അവർക്ക് വേണ്ടി കർത്താവ് തന്ന ഒരു ദാനമായിരുന്നു. എല്ലാ വള്ളത്തേലും കൊടി കെട്ടും. എന്തിനായിരുന്നു? അന്ന് ഞാൻ കടലോര കൺവെൻഷൻ നടത്തുമ്പോൾ 1.5 ലക്ഷം ആൾക്കാരിങ്ങനെ കടലോരത്ത് വന്ന് ഇതുപോലെ നിറഞ്ഞു നിൽക്കും. അവരുടെ വള്ളങ്ങളെല്ലാം കടലിൽ കൊടിയും വെച്ച് കിടക്കും. അപ്പം കൊടി കടലോരത്ത് വെച്ച് കൊടുത്തുകൊണ്ടിരുന്നതാണ്. കൊടുക്കുമ്പോൾ ഞാൻ അവരോട് പറയുമായിരുന്നു, കൊടി എന്താണ്? കൊടി ഒരു അടയാളമാണ്. എന്തിൻ്റെ അടയാളമാണ്? അധികാരത്തിൻ്റെ അടയാളമാണ്. ആരുടെ അധികാരം? ഈശോയുടെ അധികാരം. ഈ വള്ളം ഒരു കൊടി നാട്ടുമ്പോൾ ആ വള്ളത്തിന് ഇനി ആർക്കാണ് അധികാരമുള്ളത്? ഈശോയ്ക്ക്. അവിടെ സാത്താന് അധികാരമില്ല. അതുകൊണ്ട് നിങ്ങൾ സാത്താന് അവസരം കൊടുത്തുകൊണ്ട് മദ്യപിക്കരുത്, വിശുദ്ധ ജീവിതം നയിക്കണം എന്നാണ് പറയണത്. ആ പാരമ്പര്യമാണ് കൃപാസനത്തിലുള്ളത്. ശ്രുതികട ഹല്ലേലൂയ. സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ കൃപ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ചൈതന്യം നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ സാന്നിധ്യം നിറയണമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. എല്ലാ അധികാരങ്ങൾക്കും ആ അധികാരം ഉണ്ട് എന്ന് അനുസ്മരിപ്പിക്കുന്നത് എന്തിലൂടെയാണ്? അടയാളങ്ങളിലൂടെയാണ്. മനസ്സിലായ? നമ്മുടെ ഉടമ്പടിയിൽ കുറേ അടയാളങ്ങൾ തന്നിട്ടുണ്ട്. നീലത്തിരി ഒരു അടയാളമാണ്, പച്ചത്തിരി ഒരു അടയാളമാണ്, ഉടമ്പടി തൈലം ഒരു അടയാളമാണ്, ഉടമ്പടി ഉപ്പ് ഒരു അടയാളമാണ്. എന്തിൻ്റെ അടയാളമാണ്? അധികാരത്തിൻ്റെ അടയാളം. നിങ്ങൾ ഉടമ്പടി പ്രകാരം ദൈവത്തിൽ നിന്ന് പ്രാപിച്ചിരിക്കുന്നത് എന്താണ്? അധികാരമാണ്. മനസ്സിലായില്ല? അത് ഉടമ്പടി ചെയ്യുന്ന മക്കൾ മനസ്സിലാക്കണം. അത് ഉടമ്പടി പ്രകാരം ഇപ്പോൾ വന്ന് കള്ളന്മാരുടെ മേൽ പോലും അധികാരമായി. ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. സന്തോഷത്തോടെ ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരങ്ങൾ, കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഈശോനോടും ചോദിക്കണ എന്താണ്? നിനക്ക് അധികാരമുണ്ടെങ്കിൽ അതിൻ്റെ അടയാളം കാണിച്ചു തരാനാണ് പറയണത് അവരെ, ഇല്ലേ? ദേവാലയം കർത്താവ് ശുദ്ധീകരിച്ചപ്പോൾ ഫരിസേയരും ദേവാലയ പ്രമാണികളും വന്ന് ഈശോനോട് ചോദിച്ചത് എന്താണ്? ഇത് നിനക്ക് ഈ അധികാരം ഉണ്ടെന്നുള്ളതിന് നീ എന്ത് അടയാളമാണ് കാണിക്കുക, അല്ലേ? യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 2-ാം അധ്യായം 18-ാമത്തെ തിരുവചനം.
ഈ അധികാരം നിനക്കുണ്ട് ഉണ്ട് എന്നതിന് എന്തടയാളമാണ് നീ കാണിക്കുക. എല്ലാ അധികാരങ്ങൾക്കും അടയാളങ്ങളുണ്ട്. ഉടമ്പടി ചെയ്യുമ്പോൾ ദൈവിക ശക്തി, നീ ഉടമ്പടി ചെയ്യണത് എന്ത് ബേസിലാണ്? നിൻ്റെ പ്രൈമറി ആയിട്ട് ഉടമ്പടി ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകേണ്ട യോഗ്യത എന്താ? വിശ്വാസമാണ്, അല്ലേ? അല്ലേ? പ്രൈമറി ആയിട്ട് ഉണ്ടാകേണ്ടത് എന്താണ്? വിശ്വാസമാണ്. ഈ വിശ്വാസം പിന്നീട് അത് സസ്റ്റെയിൻ ചെയ്ത് പോകുമ്പോഴാണ് സർവൈവ്ഡ് ഫെയ്ത്ത് ഉണ്ടാകുന്നത്. അതിജീവിത വിശ്വാസം, ദാറ്റ് മീൻസ് വിശ്വസ്തത. പറഞ്ഞ മനസ്സിലായില്ലേ? ഉടമ്പടി വിശ്വസ്തയുടെ പ്രാർത്ഥനയാണ്. പക്ഷേ അത് തുടങ്ങണത് എങ്ങനെയാണ്? വിശ്വാസത്തിലാണ് തുടങ്ങണത്. ഈ വിശ്വാസ ജീവിതം അഗ്നിപരീക്ഷകളെയും കാലങ്ങളെയും കാലത്തിൻ്റെ ഓരോ വെല്ലുവിളികളെയും ലോകത്തിൻ്റെ വിഷപ്പകർച്ചകളെയും അതിജീവിക്കുമ്പോഴാണ് സർവൈവ്ഡ് ഫെയ്ത്ത് ഉണ്ടാകുന്നത്. അതാണ് വിശ്വസ്തത. ഉടമ്പടി സർവൈവ്ഡ് ഫെയ്ത്തിൻ്റെ പ്രാർത്ഥനയാണ്, വിശ്വസ്തതയുടെ പ്രാർത്ഥന. അതാ വീണ് പോരുത് എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയണത്. അപ്പോഴേ സർവൈവ്ഡ് ഫെയ്ത്ത് എന്ന് പറയുന്ന അതിജീവന വിശ്വാസം എന്തിൻ്റെ മേലാണ് നമ്മൾ അതിജീവിക്കുന്നത്? ലോകത്തിൻ്റെ മേലാണ്. എപ്പോഴും ഓർക്കണം, നമ്മുടെ ശത്രുവിനെ എപ്പോഴും ഐഡൻറ്റിഫൈ ചെയ്യണം. കർത്താവ് അധികാരം നൽകുമ്പോൾ എന്നാ പറയണത്? കർത്താവ് അപ്പോസ്തലന്മാർക്ക് അധികാരം നൽകത്തില്ലേ? മത്തായി ശ്ലീഹായുടെ സുവിശേഷം 10:1 അധികാരം നൽകുമ്പോൾ എന്താ പറയണത്? ഇതാ സാത്താൻ്റെ സകല ശക്തികളുടെ മേൽ അധികാരമെന്നാണ് പറയണത്. 2 വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് മത്തായി 10:1 ലൂക്കാ 10:19 പിശാചുക്കളെ ബഹിഷ്കരിക്കാനും രോഗവ്യാധികൾ സുഖപ്പെടുത്താനും അവർക്കവൻ അധികാരം നൽകി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അപ്പോൾ ദൈവത്തിന് നമുക്ക് ലഭിക്കണത് എന്താ? വിശ്വാസം വഴി. അപ്പോൾ എപ്പോഴും എൻ്റെ മക്കൾ ശ്രദ്ധിക്കേണ്ടത്, ഉടമ്പടി വഴി നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ വർദ്ധിപ്പിക്കണം. എന്താ കാര്യം എന്നറിയാവോ? വിശ്വാസം വർദ്ധിക്കുമ്പോൾ എങ്ങനെ അറിയാൻ പറ്റും? അത് വിശ്വാസം വർദ്ധിച്ച ഇല്ലേ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? ലോകത്തെ എന്തുമാത്രം ജയിച്ചു എന്നുള്ളതാണ് വിശ്വാസം വർദ്ധിച്ചോ ഇല്ലേ എന്നുള്ളതിൻ്റെ മാനദണ്ഡം. അതാണ് സെൻറ്റ് ജോൺ പറയത്തില്ലേ, 1 യോഹന്നാൻ 5:4 ലോകത്തിൻ്റെ മേലുള്ള വിജയം എന്ന് പറഞ്ഞേ, അതാണ് നമ്മുടെ വിശ്വാസം. മനസ്സിലായില്ലേ? അപ്പോൾ വിശ്വാസം ചുമ്മാ ഇങ്ങനെ വിളിച്ചു പറഞ്ഞാൽ മാത്രമല്ല, അതിൻ്റെ പിന്നിലൊരു വിജയമുണ്ട്. ലോകത്തിൻ്റെ മേലാണ് നമ്മൾ വിജയിക്കേണ്ടത്. ഒന്ന് പറഞ്ഞേ, കർത്താവേ, ലോകത്തിൻ്റെ മേൽ വിജയം കൈവരിക്കുന്ന വിശ്വാസത്തിലൂടെ നേടിയെടുക്കുന്ന അധികാരത്തിന് ഞങ്ങളെ അവകാശികളാക്കണമേ. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ദൈവമേ, ലോകത്തിന്റെ മേൽ വിജയം കൈവരിക്കാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ആത്മാവിന് നിറവ് നൽകണമേ, അഭിഷേകം ചെയ്യണമേ, തത്സമയ സൗഖ്യം നൽകണമേ. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. അന്ത്യകാല അഭിഷേകം സകല ജനത്തിൻ്റെയും കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. അന്ത്യകാല അഭിഷേകം സകല ജനത്തിൻ്റെയും കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. തീ പോലെ അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, നദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഏറ്റവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിലെ ആശ്രയിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കരമുയർത്തി ഹല്ലേലൂയ. പിതാവേ, പിതാവേ, ആത്മീയ കഴിയുന്നവരെ, എന്ത് ചെയ്യണമെന്നറിയാതെ വിശ്രമിക്കുന്നവരെ, വിവാഹപ്രായമായ യേശുവേ യേശുവേ. പിതാവേ, ഭവനത്തിന്റെ പണി ആരംഭിച്ചിട്ട് പൂർത്തീകരിക്കാൻ കഴിയാത്തവരെ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പം എങ്ങനെയാണ് വിജയം വരിക്കണമെന്ന് നമ്മൾ കണ്ടു. അതെന്താണ്? ലോകത്തിൻ്റെ മേലാണ് നമ്മൾ വിജയം വരിക്കേണ്ടത്. അതാണ് 1 യോഹന്നാൻ 5:4 ഏറ്റുപറഞ്ഞ് ലോകത്തിൻ്റെ മേലുള്ള നമ്മുടെ വിജയം, അതാണ് നമ്മുടെ വിശ്വാസം. അപ്പം വിശ്വാസം എപ്പോഴും പ്രവർത്തികളിലായിരിക്കും വരണത്. മനസ്സിലായില്ലേ? അധരം കൊണ്ട് ഏറ്റുപറച്ചിൽ മാത്രമല്ല, അതിനുശേഷം അതിനെ പരിപോഷണമുണ്ട്. വിശ്വാസം എപ്പോഴും സാധാരണ കേവല വിശ്വാസമുണ്ട്, മൂല്യവർദ്ധിത വിശ്വാസമുണ്ട്. വി ആർ പ്ലാനിങ് ഫോർ എ വാല്യൂ ആഡഡ് ഫെയ്ത്ത്. നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു മൂല്യവർദ്ധിത വിശ്വാസമാണ്. ഉടമ്പടി വിഭാവന ചെയ്യണത് പറഞ്ഞ മനസ്സിലായില്ലേ? ഉടമ്പടി വിഭാവന ചെയ്യണത് കേവല വിശ്വാസമല്ല, പിന്നെ എന്താണ്? മൂല്യവർദ്ധിത വിശ്വാസം. എങ്ങനെയാണ് മൂല്യവർദ്ധിത വിശ്വാസത്തെക്കുറിച്ച് പറയണത്? മാർപ്പാപ്പയാണ് പറയണത്. ഏത് മാർപ്പാപ്പ? വിശുദ്ധ പത്രോസ്. എന്താ പറയണത്? നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ വാല്യൂ ആഡഡ് ചെയ്യണം, മൂല്യവർദ്ധിപ്പിക്കണം. ഉടമ്പടി നമ്മൾ അതാണ് ചെയ്യണത്. ഉടമ്പടി വളരെ മാത്തമാറ്റിക്കൽ ആൻഡ് ടെക്നിക്കൽ ആൻഡ് സയൻറ്റിഫിക് സ്പിരിച്വൽ പ്രയർ. എന്താണ്? വിശ്വാസത്തെ നിങ്ങൾ സുഹൃതം കൊണ്ടും, സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും, ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടും, ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും, ക്ഷമയെ സഹോദര സ്നേഹം കൊണ്ടും, സഹോദര സ്നേഹത്തെ ഉപ്പവി കൊണ്ടും സമ്പൂർണ്ണമാക്കുകയും. അങ്ങനെയാണ് ലോകത്തെ നമ്മൾ ജയിക്കുന്നത്. അതാണ് 2 പത്രോസ് 1:5. 2 പത്രോസ് 1:5. ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, 1 യോഹന്നാൻ 5:4 പറഞ്ഞില്ലേ? എന്നാ പറഞ്ഞത്? ലോകത്തിൻ്റെ മേലുള്ള നമ്മുടെ വിജയം, അതാണ് നമ്മുടെ വിശ്വാസമെന്ന്. ആ യോഹന്നാൻ പറഞ്ഞ സ്ഥലത്താണ് പത്രോസ് തുടങ്ങണത്. ലോകത്തിൻ്റെ മേൽ എങ്ങനെ വിജയിക്കാം, അതാണ് പത്രോസ് പറയണത്. അത് 2 പത്രോസ് 1:5 പറയണത്. എന്താ പറയണത്? ലോകത്തിന് മേൽ എങ്ങനെ വിജയിക്കാം. എങ്ങനെ വിജയിക്കാം? വിശ്വാസത്തെ സുഹൃതം കൊണ്ടും. പറഞ്ഞേ, സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും, ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടും, ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും, ക്ഷമയെ സഹോദര സ്നേഹം കൊണ്ടും, സഹോദര സ്നേഹത്തെ ഉപ്പവിക്കൊണ്ടും സമ്പൂർണ്ണമാക്കുവേൻ. അതാണ് ഉടമ്പടി പ്രാർത്ഥന. ഉടമ്പടി പ്രാർത്ഥനയുടെ ഓരോ ഘടകം വായിച്ചു നോക്കിക്കോ. നിങ്ങളെ വിശ്വാസത്തെ നിങ്ങൾ സുഹൃതം കൊണ്ട് പരിപൂർണമാക്കുകയാണ്. ഇല്ലേ? അവൻ പറയണ പോലെ ചെയ്യാനാണ് ഈ പറയണത്. അവൻ പറയണ പോലെ ചെയ്യുമ്പോൾ നിങ്ങളുടെ വിശ്വാസം എന്താണ്? സൽപ്രവൃത്തികൾ കൊണ്ട് നിറയും. പറഞ്ഞാൽ മനസ്സിലായില്ലേ? നമ്മൾ സൽപ്രവൃത്തികൾ ചെയ്യുന്നില്ലേ? ഇല്ലേ? വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുന്നു, രോഗികൾക്ക് അവരെ സന്ദർശിക്കുന്നു, അവരെ നമ്മൾ പരിചരിക്കുന്നു. അങ്ങനെ ജയിലിൽ പോലും നമ്മൾ പോയി ഉടമ്പടി എടുത്തവർ അവിടെ വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ രീതികളിൽ ശ്രുതിയുടെ മക്കളെ യേശുസ്തോത്രമല്ലേലൂയ. ഇപ്പോഴൊരു സഹോദരി സാക്ഷ്യം പറഞ്ഞില്ലേ, അവർക്ക് ഇങ്ങോട്ട് പോരാൻ പോലും വണ്ടിക്കാശ് കടം വാങ്ങിച്ചാണ് വന്നതെന്നല്ലേ. ആ കടം വാങ്ങിച്ച കാശിൽ നിന്ന് എന്ത് ചെയ്തു? അതിനേക്കാൾ ബുദ്ധിമുട്ടുള്ള അമ്മച്ചിക്ക് ചായയും ഭക്ഷണവും വാങ്ങിച്ച് കൊടുത്തുല്ലേ. വിശ്വാസത്തെ
സുഹൃതം കൊണ്ട് അവരെ പരിപോഷിപ്പിക്കുകയാണ്. സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മളൊരു സാക്ഷ്യം അവിടെ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ സ്കാൻ ചെയ്തെടുക്കുന്നത്. അതിനകത്ത് ഉടമ്പടി എലമെൻ്റ് ഉണ്ടെന്നാണ് ഞങ്ങൾ നോക്കുന്നത്. അത് ജനറൽ സാക്ഷ്യമാണ്, പെർട്ടിക്കുലർ ടു ഉടമ്പടിയാണെന്ന് നോക്കും എപ്പോഴും. അവർ വിശ്വാസത്തെ എന്ത് ചെയ്ത്? സുഹൃതം കൊണ്ട്, സൽപ്രവൃത്തികൾ കൊണ്ട്. പക്ഷേ സൽപ്രവൃത്തികൾക്ക് ഒരു പ്രശ്നമുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ ക്രിസ്ത്യൻസ് സൽപ്രവൃത്തികൾ ചെയ്യാൻ അച്ഛൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. വി ആർ നോട്ട് ലയബിൾ, നമ്മൾ ബാധ്യസ്ഥരല്ല. എന്താ അങ്ങനെ പറയാൻ കാരണം? നമ്മൾ ചെയ്യേണ്ട എന്ത് പ്രവൃത്തികളാണ്? സൽപ്രവൃത്തികളുടെ പ്രശ്നം എന്താ? സൽപ്രവൃത്തി ശരീരത്തെയാണ് പരിപോഷിപ്പിക്കുന്നത്. ശരീരം സെമിത്തേരിയിൽ വെച്ച് മണ്ണോട് മണ്ണായി തീരും, ഇല്ലേ? നമ്മൾ ചെയ്യേണ്ട എന്ത് പ്രവൃത്തികളാണ്? കൃപാവര പ്രവൃത്തികളാണ്. വ്യത്യാസമുണ്ട്. ഈ തമ്മിൽ വ്യത്യാസം അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ജീവിതകാലം മുഴുവൻ സൽപ്രവൃത്തികൾ തന്നെ ചെയ്യും. സൽപ്രവൃത്തികളെന്ന് പറയണത് നമുക്കറിയാമല്ലോ. പൗലോസ് ഈ വിഷയം സംസാരിച്ചപ്പോൾ എന്നാ പറഞ്ഞെന്നറിയാവോ? നിങ്ങളുടെ കൃപകൾ കൊണ്ട്, കൃപാവര പ്രവർത്തനങ്ങൾ കൊണ്ട് നിങ്ങളുടെ ഹൃദയത്തെ ശക്തിപ്പെടുത്തുവിൻ. ആത്മാവിന് പകരം ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണത്. ആത്മാവിനെ ശക്തിപ്പെടുത്തുന്ന പ്രവൃത്തികളാണ് എന്ത്? ഹെബ്രായർ 13:9. അതായത് സാധാരണ പ്രവൃത്തികൾ, നല്ല പ്രവൃത്തികൾ കൊണ്ട് നമുക്ക് ശരീരത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് നല്ല പ്രവൃത്തികൾ വരുന്നത്. ശരീരത്തെ പരിപോഷിപ്പിക്കും. പക്ഷെ പൗലോസ് പറയണത് 13:9 ഹെബ്രായ ലേഖനത്തിൽ എന്താ പറയണത്? നിങ്ങളുടെ സൽപ്രവൃത്തികൾ കൊണ്ട് നിങ്ങളെ ഹൃദയത്തെ ശക്തിപ്പെടുത്തുവിൻ. ആത്മാവിനെ ശക്തിപ്പെടുത്താൻ. ആത്മാവിനെ ശക്തിപ്പെടുത്തുക. ആത്മാവ് എന്ത് കഴിച്ചാൽ വളരണത്? ആത്മാവ് എന്നാ കഴിച്ചാൽ വളരും? ഇപ്പം നമ്മുടെ ശരീരം പയറും കഞ്ഞിയും കഴിച്ച് വളരും. പക്ഷേ ആത്മാവ് പയറും കഞ്ഞിയും കഴിച്ചാൽ വളരുമോ? ഇല്ല. ആത്മാവ് എന്നാ കഴിച്ചാൽ വളരണത്? കൂദാശകൾ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചതാണ്. നമ്മുടെ ആത്മാവിനെ പുണ്യപ്പെടുത്തുന്നതിന് ഈശോമിശിഹ സ്ഥാപിച്ച കാണപ്പെടാത്ത ദൈവത്തിൻ്റെ വരപ്രസാദം നമുക്ക് ലഭിക്കാൻ ഈശോമിശിഹ സ്ഥാപിച്ച കാണപ്പെടുന്ന അടയാളം കൂദാശ. അപ്പം ആത്മാവ് എന്ത് കഴിച്ചാൽ വളരണത്? പുണ്യം കഴിച്ചാൽ വളരണത്. ആ പുണ്യപ്രവൃത്തികളെന്ന് പറയും. സൽപ്രവൃത്തികൾ വേറെ, പുണ്യപ്രവൃത്തികൾ വേറെ. പുണ്യപ്രവൃത്തികൾ എക്സാക്ട്ലി കൃപാവര പ്രവൃത്തികളാണ്. പറഞ്ഞാൽ മനസ്സിലായോ? മനസ്സിലാക്കണേ മക്കളെ, നമ്മൾ ഉടമ്പടി സമൂഹമാണ്. അപ്പം ഇതൊക്കെ അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വളരത്തില്ല. നമ്മൾക്ക് ചെയ്യേണ്ടത്, നമ്മളെന്ത് പ്രവൃത്തിയാണ് ചെയ്യേണ്ടത്? പുണ്യപ്രവൃത്തികളാണ് ചെയ്യേണ്ടത്. എന്താ ഉദ്ദേശം? ആത്മാവിനെ പുണ്യപൂർണ്ണമാക്കാൻ. പുണ്യപ്രവൃത്തികളുടെ വേറെ പേരെന്താ? കൃപാവര പ്രവൃത്തികൾ. എന്താണ് കൃപാവര പ്രവൃത്തികൾ? എന്താണ് സൽപ്രവൃത്തികൾ? തമ്മിൽ തിരിച്ചറിയണം. കൃപാവര പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എന്താ? കൃപ ആര് മൂലമാണ് ഉണ്ടായത്? മോശ വഴി, വചനം മോശ വഴി ഉണ്ടായി. കൃപയും സത്യവും യേശുക്രിസ്തു വഴി ഉണ്ടായി. യോഹന്നാൻ 1:17 ഒന്ന് പറഞ്ഞ്. മോശ വഴി നിയമം ഉണ്ടായി, വചനം ഉണ്ടായി. കൃപയും സത്യവും യേശുക്രിസ്തു വഴി ഉണ്ടായി. അപ്പോൾ മനുഷ്യൻ ചെയ്ത പാപത്തിന് ദൈവം തന്നെ മനുഷ്യ ശരീരമെടുത്ത് പിതാവിൻ്റെ തിരുസന്നിധിയിൽ പരിഹാരം ചെയ്തപ്പോൾ അവൻ്റെ പരിഹാരം നമ്മൾക്ക് നീതിയായി പരിഗണിച്ചു. അത് നമ്മൾ വിശ്വാസത്താലാണ് അത് പ്രഖ്യാപിച്ചത്. അങ്ങനെ വിശ്വാസത്താൽ നമ്മൾ നീതീകരിക്കപ്പെടുന്നത്. ആ വിശ്വാസം നീതീകരിക്കപ്പെടുന്നത് എങ്ങനെയാണ്? കേവല അധരസേവ കൊണ്ടല്ല. വിശ്വാസം പരിപോഷിപ്പിക്കപ്പെടണം. എങ്ങനെ? വിശ്വാസത്തെ കൃപാവര പ്രവൃത്തികൾ കൊണ്ടോ? ഒന്ന് പറഞ്ഞേ. കൃപാവര പ്രവൃത്തികളെ എന്ന് പറഞ്ഞാൽ എന്താണ്? യേശുവിൻ്റെ നാമത്തിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് കൃപാവര പ്രവൃത്തികൾ. പറഞ്ഞ മനസ്സിലായില്ലേ? നമുക്ക് വേണമെങ്കിൽ ഒരു ചായ വാങ്ങിച്ചു കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. വണ്ടിക്ക് ടിക്കറ്റ് കൊടുക്കാം, ജോലി വാങ്ങിച്ചു കൊടുക്കാം, അല്ലേ? ഒരാളെ ജാമ്യത്തിൽ ഇറക്കാം, പറ്റിച്ചിട്ട് കൊടുക്കാം. നമുക്ക് എന്തും ചെയ്യാം. അത് നമ്മുടെ പേരിൽ ചെയ്യുമ്പോഴാണ് സൽപ്രവൃത്തി. അതിന് ആ വ്യക്തി ജീവിച്ചിരിക്കുന്ന കാലം മാത്രമേ അതിന് റിട്ടേൺസ് ഉള്ളൂ. ആ വ്യക്തി ജീവിച്ചിരിക്കുന്ന കാലം മാത്രം നമുക്ക് റിട്ടേൺസ് മതിയെങ്കിൽ യു ആർ നോട്ട് ബിലീവിങ് ജീസസ് ക്രൈസ്റ്റ്. നീ കർത്താവിൽ വിശ്വസിക്കുന്നില്ല. ആ വ്യക്തി ജീവിച്ചിരുന്നാലും ഇല്ലെങ്കിലും we will do it in the name of Jesus Christ. നമ്മൾ കർത്താവിൻ്റെ കൂടെ കർത്താവിന് വേണ്ടി ചെയ്യും. എന്താ കാര്യം? we want to live with him. നമുക്ക് അവൻ്റെ കൂടെ ജീവിക്കണം. കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ.
കർത്താവായ ദൈവമേ, അവിടുത്തെ സാന്നിധ്യം അഭിഷേക വചനങ്ങളാൽ വെളിപ്പെടുത്തി നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഞാൻ ജീവിക്കുന്നു എന്നാൽ ഞാനല്ല, എന്നിൽ യേശു ജീവിക്കുന്നു. അത്ഭുതങ്ങളാൽ അടയാളങ്ങളാൽ യേശു പ്രവർത്തിക്കുന്നു. ഞാൻ ജീവിക്കുന്നു എന്നാൽ ഞാനല്ല, എന്നിൽ യേശു ജീവിക്കുന്നു. അത്ഭുതങ്ങളാൽ അടയാളങ്ങളാൽ യേശു പ്രവർത്തിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പോൾ വിശ്വാസത്തെ കൃപാവര പ്രവൃത്തികൾ കൊണ്ട് നമ്മൾ പൂർണ്ണമാക്കുമ്പോൾ നമുക്ക് എന്നാ സംഭവിക്കാൻ സാധ്യതയുണ്ട്? ഒരു ഇമ്മിണി അഹങ്കാരം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ഇല്ലേ? സൽപ്രവൃത്തി വർദ്ധിക്കുമ്പോഴും കൃപാവര പ്രവൃത്തി വർദ്ധിപ്പിക്കുമ്പോഴും ഒരു വ്യക്തിക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള എന്താണ്? ഇത്തിരി അഹങ്കാരം ഉണ്ടാകും. സൽപ്രവൃത്തി വർദ്ധിക്കുക. അതാണ് ആ ഫരിസേയനും ചുങ്കക്കാരനും പ്രാർത്ഥിക്കാൻ പോയില്ലേ, ഇല്ലേ? അപ്പോൾ ആ ഫരിസേയൻ സൽപ്രവൃത്തി ചെയ്യുന്ന ആളാണ്, ആഴ്ചയിൽ ഒരു നേരം ഉപവസിക്കുന്ന ആളാണ്, ഇല്ലേ? എല്ലാത്തിനും ദശാംശം കൊടുക്കുന്ന ആളാണ്. ഇപ്പോൾ സൽപ്രവൃത്തി ചെയ്തപ്പോൾ അദ്ദേഹം എന്താ പറയണത്? ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെയും അല്ല. അപ്പോൾ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്തിട്ട് താനെന്തോ വലിയ കേമനാണെന്ന് വെക്കുമ്പോൾ അഹങ്കാരം ഉണ്ടാകും. അതാണ് 18:11. ലുക്കായുടെ സുവിശേഷം 18:11. ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെയുമല്ല. ഉടമ്പടി ചെയ്യുന്നവർ നിങ്ങൾ നാത്തുവിനേക്കാൾ കേമന്മാരാണെന്ന് സ്വയം കരുതിയാൽ അഹങ്കാരമായി. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് വിശ്വാസത്തെ സുഹൃതം കൊണ്ടും സുഹൃതത്തെ ആത്മസംയമനം. അഹങ്കാരം കൂടുമ്പോഴാണ് ആത്മസംയമനം വേണ്ടത്. ഞാൻ ഓർക്കുകയാണ്, ഈ പത്രോസിൻ്റെയൊക്കെ ഈ 24 hours പരിശുദ്ധാത്മാവ് നിറഞ്ഞ മനുഷ്യരാണ്. അതാണ് കർത്താവിൻ്റെ വചനത്തിൽ ഇത്രയും ശക്തി. 2000 കൊല്ലം കഴിയുമ്പോൾ വ്യാഖ്യാനിക്കുമ്പോഴും എന്തോ ഒരു ശക്തിയാണ് കർത്താവിൻ്റെ വചനത്തിൽ. ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, നിന്റെ വചനം തന്നെ ഭക്ഷണം, എൻ്റെ ജീവിത സമ്മർദ്ദങ്ങളിലെ നിന്റെ സ്വർഗീയ ഭക്ഷണം കിട്ടാൻ എന്നെ വിളിച്ചതിന് സ്തോത്രം. ഹല്ലേലൂയ. വചനം പഠിച്ച് അഭിഷേകവും ശക്തിയും കൃപയും പ്രാപിച്ചതുപോലെ അങ്ങയുടെ വചനം പഠിച്ച് ശക്തി പ്രാപിക്കാൻ ആരാധന യേശുവേ, ആരാധന. കരങ്ങൾ വീശിക്കൊണ്ട് ആരാധന 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 യേശുവേ, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. സുഹൃതത്തെ ആത്മസംയമനം കൊണ്ടും ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും. ക്ഷമ എന്ന് പറഞ്ഞാൽ എന്താ? ഉടമ്പടി എടുക്കുന്നവർക്ക് ഇത്തിരി ക്ഷമ വേണം കേട്ടോ. ചില കാര്യങ്ങൾക്ക് ഇത്തിരി അതിൻ്റെതായിട്ടുള്ള ടൈം എടുക്കും. അതിൻ്റെതായിട്ടുള്ള, ഇപ്പോൾ വാഴ കൊലച്ച് കഴിഞ്ഞാൽ ഉടനെ പഴമാകുമോ? ഇല്ല. ചില കാര്യങ്ങൾക്ക് അതിൻ്റെ ടൈം എടുക്കും. ക്ഷമിക്കുന്ന സ്നേഹമാണ് ക്ഷമ. പ്രത്യാശിക്കുന്ന സ്നേഹമാണ് സൗമ്യത. ക്ഷമയുടെ ചേട്ടനാണ് സൗമ്യത. പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ് രണ്ടും. ക്ഷമിക്കുന്ന സ്നേഹമാണ് ക്ഷമ, പ്രത്യാശിക്കുന്ന ക്ഷമയാണ്, ക്ഷമയോടെ പ്രത്യാശിക്കുന്നതാണ് സൗമ്യത. ഇതെല്ലാം ഒരു പ്രകൃതിയാണ്. എന്തിൻ്റെ പ്രകൃതി? ഈ പ്രകൃതി ദൈവസ്വഭാവത്തിൻ്റെ പ്രകൃതിയാണ്. ഇങ്ങനെയാണ് ദൈവസ്വഭാവം ഉണ്ടാകുന്നത്. ആൻഡ് ഗ്രേസ് ആഫ്റ്റർ ഓൾ ബിൽറ്റ് അപ്പോൺ നേച്ചർ. കൃപ എവിടെയാണ് ഒരു മനുഷ്യനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണത്? അവൻ്റെ പ്രകൃതിയിലാണ്. ഈ പ്രകൃതി മാറ്റത്തിൻ്റെ പ്രാർത്ഥനയാണ് ഉടമ്പടി. അതുകൊണ്ടാണ് പത്രോസ് പറയണത് ദൈവസ്വഭാവത്തിൽ പങ്കുചേരാൻ വേണ്ടിയെന്നാണ് ആ വചനം. ഒന്ന് ശ്രദ്ധിക്കട്ടെ മക്കളെ. യേശുസ്തോത്രം. ഹല്ലേലൂയ. ദൈവമേ, അഭിഷേക വചനങ്ങൾ നൽകി ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. കൃപയ്ക്കുമേൽ കൃപയായി ദൈവവചനം ഞങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. കർത്താവിനെ കൃപ ചൊരിയാൻ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. എല്ലാ പ്രാർത്ഥനകളും സമർപ്പിക്കട്ടെ. കർത്താവായ ദൈവമേ, സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പത്രോസിൻ്റെ രണ്ടാമത്തെ ലേഖനം 1:4. ദുരാശ മൂലം ലോകത്തിലുണ്ടാകുന്ന വിനാശത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ദൈവിക സ്വഭാവത്തിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിന് നിങ്ങളുടെ വിശ്വാസത്തെ സുഹൃതം കൊണ്ടും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എന്തിനാണ് വിശ്വാസത്തെ സുഹൃതം കൊണ്ടും സുഹൃതത്തെ ആത്മസംയമനം കൊണ്ടും നമ്മൾ സമ്പൂർണ്ണമാക്കുന്നത്? എന്തിനു വേണ്ടിയാണ്? ദൈവസ്വഭാവത്തിൽ പങ്കുകാരാകാനാണ്. ദൈവസ്വഭാവത്തിൽ പങ്കുകാരാകുമ്പോൾ എന്നാ സംഭവിക്കും? ഗ്രേസ്, കൃപയുടെ ദൈവശാസ്ത്രം അതാണ്. ഗ്രേസ് ബിൽട്ട് അപ്പോൺ ദി നേച്ചർ. പ്രകൃതിയിലാണ് കൃപ പെരുകണതെന്ന്.
അപ്പോൾ നമ്മൾ കാലാന്തരത്തിൽ കൃപയുടെ ഫുൾനെസ് അറിയാമല്ലോ. അമ്മയോട് എന്നാ മലാഖ പറഞ്ഞത്? ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ്, 1:28 ലൂക്കാസ് വിശേഷം. അപ്പോൾ കൃപ ഇങ്ങനെ കൂടിക്കൂടി വരുന്നത് കൊണ്ടാണല്ലോ ഫുള്ളെന്ന് പറയാൻ കാര്യം, അല്ലെങ്കിൽ ഹാഫെന്നോ എന്നൊക്കെ പറയാമല്ലോ. അപ്പോൾ കൃപയ്ക്കൊരു അളവുണ്ട്. അത് നമ്മുടെ ലക്ഷ്യം എന്താണ്? അമ്മയിൽ ആർജിച്ച അതേ കൃപ ഉടമ്പടി എടുക്കുമ്പോൾ മരിയൻ ഉടമ്പടി പ്രകാരം അമ്മയെ ആർജിച്ച കൃപയുടെ പൂർണ്ണതയിൽ എത്തിച്ചേരണം. അതാണ് കർത്താവ് ആഗ്രഹിക്കണം നമ്മളിൽ നിന്ന്. അതിനാണ് ഈ ഉടമ്പടി നമ്മളെ പൂർണ്ണരാക്കുന്നത്. ഇത് ബൈബിൾ ഇതിനെ വിജയമെന്നാണ് പറയണത്. അതാണ് എല്ലാ വിശ്വാസത്തിൽ നമ്മൾ സുഹൃത്തത്തിലേക്ക് പോകുന്നു, സുഹൃത്തത്തിൽ നമ്മൾ ആത്മസംയമനത്തിലേക്ക് പോകുന്നു, ആത്മസംയമനത്തിൽ നമ്മൾ ക്ഷമയിലേക്ക് പോകുന്നു, ക്ഷമയിൽ നിന്ന് നമ്മൾ സഹോദര സ്നേഹത്തിലേക്ക് പോകുന്നു, സഹോദര സ്നേഹത്തിൽ നിന്ന് നമ്മൾ ഉപവിയിലേക്ക് പോകുമ്പോൾ വിശ്വാസ ജീവിതം പൂർണ്ണമാകും. ലോകത്തെ നമ്മൾ 1 യോഹന്നാൻ 5:4 അനുസരിച്ചുകൊണ്ട് നമ്മൾ വിജയം വരിക്കും. ആ വിജയം വരിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളാണ് വെളിപാട് പറയുന്നത്. ശ്രുതികട്ടെ ഹല്ലേലൂയ. സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉടമ്പടി ചില നിയോഗങ്ങൾ സമർപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വെളിപാട് 2:26 ഏറ്റുപറയുക. വിജയം വരിക്കുന്നവനും അവസാനം വരെ എൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നവനും. ദാറ്റ്സ് വാട്ട് വി ആർ ഡൂയിങ് നൗ ത്രൂ ഉടമ്പടി, അല്ലേ? എൻ്റെ പ്രവൃത്തികൾ. ആരുടെ പ്രവൃത്തികളാണ്? കർത്താവിൻ്റെ പ്രവൃത്തികൾ. ഒന്നുകൂടി പറഞ്ഞേ. വെളിപാട് 2:26 ഒന്നുകൂടി പറഞ്ഞേ. വിജയം വരിക്കുന്നവനും അവസാനം വരെ എൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നവനും ജനപദങ്ങളുടെ മേൽ ഞാൻ അധികാരം നൽകും. ജനപദങ്ങളുടെ മേൽ ഞാൻ അധികാരം നൽകും. അപ്പോൾ ഈ ഉടമ്പടി പ്രകാരം നമുക്ക് ജനപദങ്ങളുടെ മേലാണ്. ലോകത്തെ നമ്മൾ വിശ്വാസ ജീവിതം കൊണ്ട് ജയിച്ച് കഴിയുമ്പോൾ വിൽ ബി എംപവേർഡ്. നമ്മൾ പവറുള്ളവരാകും. ആരുടെ മേലാണ് പവറുള്ളത്? ജനപദങ്ങളുടെ മേൽ. അതുകൊണ്ട് നിന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്നവൻ്റെ മേൽ നിനക്ക് അധികാരമുണ്ടാകും. പറഞ്ഞു മനസ്സിലായില്ലേ? നിൻ്റെ പരീക്ഷകളുടെ മേലും നിനക്ക് നിൻ്റെ ട്രാൻസ്ഫർ ഓർഡർ നിശ്ചയിക്കുന്നതിൻ്റെ മേലെല്ലാം ജനപദങ്ങളുടെ മേൽ നിനക്ക് അധികാരം. നീ കഴിക്കുന്ന മരുന്ന്, നീ പോകുന്ന ആശുപത്രി, നീ ഡയഗ്നോസ് ഡോക്ടർ, എല്ലാത്തിൻ്റെ മേലും വിശ്വാസത്താൽ നീ വിജയം കൈവരിക്കാൻ പോകുന്നു. കൈയിട്ടിച്ച് കർത്താവ് ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിയടിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, ഈ ദിവസങ്ങളിൽ എല്ലാവിധ രോഗത്തിനെ ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിഷമതകളും സമർപ്പിക്കുന്നു. അത്ഭുതകരമായ ഉണ്ടാകണം. വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ, വിശ്വാസത്താൽ എല്ലാം ചെയ്തിടും ഞാൻ. വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ, വിശ്വാസത്താൽ എല്ലാം ചെയ്തിടും ഞാൻ. ഒന്നും അസാധ്യമായില്ല എൻ്റെ മുൻപിൽ, ജയം എനിക്കുണ്ട്. ഒന്നും അസാധ്യമായില്ല എൻ്റെ മുൻപിൽ, ജയം എനിക്കുണ്ട്. ഞാനൊട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ഞാനൊട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭവിച്ചാൽ പിന്മാറുകില്ലിനി ഞാൻ. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭവിച്ചാൽ പിന്മാറുകില്ലിനി ഞാൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 2019 ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ ഉൾക്കാഴ്ചയാണ് കൈവപ്പ് പ്രാർത്ഥന, അല്ലേ? ഇന്ന് കുറേ സാക്ഷികൾ കേട്ടില്ലേ? കൈവച്ചെടുത്ത് കർത്താവ് ആ രോഗത്തെ സുഖപ്പെടുത്തിയെന്ന്. അപ്പോൾ കൈവപ്പ് പ്രാർത്ഥന സമയമാണ്. ആദ്യം മുതലേ നമ്മൾ ഓരോരുത്തർ അച്ഛൻ പറയുന്ന ആ രോഗമുള്ളവർ ആ ഇടത്ത് കൈവെക്കണം. അവസാനം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇപ്പോൾ പ്രാർത്ഥിക്കേണ്ടത്, ഇപ്പോൾ ഇന്ന് ഞാൻ ഇങ്ങോട്ട് പോരുമ്പോൾ ഒരു മോളെ എന്നോട് പറഞ്ഞാ വല്ലാതെ ഇങ്ങനെ യൂറിൻ പോണച്ചാ ഞാൻ വിഷമിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കയ്യോടെ അപ്പം തന്നെ പ്രാർത്ഥിച്ചു. കാര്യം അതൊക്കെ നീട്ടിക്കൊണ്ട് പോകാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അപ്പം അങ്ങനെ ലീക്കേജ് ഉണ്ടാകുന്ന രോഗങ്ങളുണ്ട്. വൈറ്റ് ഡിസ്ചാർജ്, വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ അറിയാമല്ലോ, എരിച്ചിലും പുകച്ചിലും, ശരീരം കൊലുസായി പോകും, ശക്തി പോകും, ഒന്നും ചെയ്യാൻ തോന്നത്തില്ല, ടയേർഡാകും, എല്ലാം കൊണ്ടും വലിയ, പിന്നെ അത് വലിയ തലവേദനയൊക്കെ ആയിട്ട് ഉറക്കം കുറവ്, ഇങ്ങനെ കുറേ രോഗങ്ങൾ തമ്മിൽ. അപ്പം അടിവയറ്റിൽ കൈവെക്കണം. അങ്ങനെയുള്ളവരെ നമ്മളെല്ലാം കൈവെക്കണമെന്ന് അറിയാമല്ലോ. കർത്താവിൻ്റെ കൈയാണ്. വിശ്വാസത്താൽ നിൻ്റെ കൈ കർത്താവിൻ്റെ കൈയായിട്ട് മാറുകയാണ് ഈ സമയത്ത്. അത് പുറത്ത് വേണമെന്ന് കൈവെക്കാൻ.
അല്ല, ഞാൻ പാപിയാണ് ആന കൂനെന്നും പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ പറഞ്ഞ സ്ഥലമല്ല ഇത്. ഞാൻ വിജയം വരിച്ചവനാണ് വിശ്വാസത്താൽ. ഒന്ന് പറഞ്ഞേ, ഞാൻ വിജയം വരിച്ചവളാണ്, ഞാൻ വിജയം വരിച്ചവനാണ് വിശ്വാസത്താൽ. രോഗത്തിൻ്റെ മേൽ എനിക്ക് കർത്താവ് അധികാരം തന്നിട്ടുണ്ട്. ആ ബോധ്യം വേണം. ഇനി ബ്ലീഡിങ് വന്നിട്ട് മാറാത്ത ഇങ്ങനെ 5-6 ദിവസമൊക്കെ നിൽക്കണവരില്ലേ, അവരും അടിവേറ്റ് കൈവെക്കുക. അതെല്ലാം കൺട്രോൾ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ജോലിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ചിലക്ക് ഇന്നലെയൊക്കെ ഒരു സാക്ഷ്യം കേട്ടായിരുന്നു. അവർക്കിങ്ങനെ സെക്കൻഡ് കോളിന് പോകുമ്പോൾ പോകത്തില്ല, കോൺസ്റ്റിപ്പേഷനാണ്. അപ്പോൾ എന്തോ ഒരു മുഴ പോലൊരു സാധനം കുടലിൽ നിന്ന് ഇറങ്ങി വരികയാണ്. അപ്പോൾ അവർ പറഞ്ഞു, കർത്താവേ, ഇത് ഓപ്പറേഷന് പോയാൽ ഞാൻ ജീവിച്ചിരിക്കത്തില്ല, എന്നെ നോക്കാൻ ആരുമില്ല. അപ്പോൾ കൈവെക്കാൻ പറഞ്ഞപ്പോൾ അവൾ പുറകെ കൈവച്ച് പറഞ്ഞു, കർത്താവേ, ഞാൻ പുറകെ കൈവെക്കുകയാണ്, ഇന്ന് മുതൽ ഇത് ഉണ്ടാവരുതെന്ന്. പിന്നെ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. അതാണ് കർത്താവ്. ഇപ്പോൾ കൈവെക്കണവരൊക്കെ അറിയണം, അമ്മ പ്രത്യക്ഷപ്പെട്ട ഇടത്ത് കുറേ വെളിപാടുകളുണ്ടാവും ഇതുപോലെ. ഇപ്പം കൈ വേർക്കണവർക്കില്ല മക്കളെ. പരീക്ഷ എഴുതുമ്പോൾ അച്ഛാ എൻ്റെ കയ്യെ പിടിച്ചെന്ന് പ്രാർത്ഥിച്ച അച്ഛാ, ഞാൻ പേന എടുക്കുമ്പോൾ കൈ വേർക്കും. എൻ്റെ പരീക്ഷ പേപ്പർ മൊത്തം മഷി കലർന്ന് വേർപ്പിൽ എനിക്ക് ബബിളൊന്നും ഇടാൻ പറ്റണില്ല എന്നൊക്കെ പറയും. അപ്പം അങ്ങനെയുള്ളവരൊക്കെ കൈ കൂട്ടി വെക്കണം. പിസ്റ്റില രോഗികളുണ്ട്, പിഷ രോഗികൾ, PCOD ഉള്ളവർ, അവരെല്ലാം അടിവേലിലാണ് കൈവെക്കേണ്ടത്. ഗർഭാശയ സിസ്റ്റുള്ളവരുണ്ട്, മൂത്രാശയത്തിൽ കല്ലുള്ളവർ, കിഡ്നിയിൽ കല്ലുള്ളവർ, ഗർഭാശയം വികസിക്കാത്തവരുണ്ട്. ചിലർക്ക് മക്കളില്ലാത്തതിൻ്റെ കാരണം ഗർഭാശയം അവരുടെ ബോഡി അനുസരിച്ച് വികസിക്കാത്തതാണ്. അപ്പോൾ അടിവേറ്റ് കൈവെക്കണം. കർത്താവ് ഈ നിമിഷം അത് വികസിപ്പിക്കും, അത് നീ ഓർക്കണം. ഇനി നമ്മൾ ശ്വാസകോശ രോഗികളിലേക്ക് വരികയാണ്. 40 കൊല്ലമൊക്കെ ചുമ മാറിയെന്ന് പറയണത് എന്നാ ഒരു മാറ്റമാണത്, ഇന്ന് കേട്ടില്ലേ നമ്മൾ. അപ്പോൾ ശ്വാസകോശ രോഗികൾ നെഞ്ചിൽ കൈവെക്കുക. എന്നിട്ട് ഉടനെ മനസ്സിൽ പറയണേ, എൻ്റെ കൈ ഇപ്പോൾ കർത്താവിൻ്റെ കൈയാണ്, ഞാൻ വിശ്വാസത്തിൽ യേശുനാമത്തിലാണ് കൈ വെച്ചിരിക്കുന്നത്. അങ്ങനെ പറയണം, മനസ്സിലായല്ലേ? ഞാൻ വിശ്വാസത്തിൽ യേശുനാമത്തിലാണ്. അപ്പോൾ നമ്മുടെ കൈ അല്ലത്. കരൾ വീക്കമുള്ളവരുണ്ടാകും, കരൾ എലാർജി, ഫാറ്റി ലിവർ ഉള്ളവരുണ്ടാകും. അവരെല്ലാം ഇടതുവശത്ത് വലതുവശത്ത് നെഞ്ചിൻ്റെ പൂട്ടിനാണ് കൈവെക്കേണ്ടത്. പാൻക്രിയാസുകാർ ഇടതുവശത്ത് താഴെ കൈവെക്കണം, അല്ലെങ്കിൽ വലതുവശത്ത് താഴെ കൈവെക്കണം, നെഞ്ചിന് താഴെ. പാൻക്രിയാസിൻ്റെ കുറേ രോഗികളിലെ കല്ലുള്ളവർ, വീക്കമുള്ളവർ ഒക്കെ ഉണ്ട്. ഈ നിമിഷം അവർ സുഖപ്പെട്ട് കർത്താവിൻ്റെ അൾത്താരെ കയറി എനിക്കും ഉടമ്പടിയുടെ സാക്ഷിയാകാൻ സാധിക്കും. അമ്മേ, എന്നെ സഹായിക്കണേ, എനിക്ക് വേണ്ടി നിമിഷം നീ കൈവച്ച് കഴിഞ്ഞാൽ ഉടനെ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അമ്മേ, എനിക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കണമേ, പ്രാർത്ഥനയുടെ സമയത്ത് ഈശോ എന്നെ തൊടാൻ ഇടയാക്കണമേ, എൻ്റെ കൈകളെ ഈശോൻ്റെ കൈകളാക്കി മാറ്റണമേ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ട സമയമാണ്. തൈറോയിഡുകാരുണ്ട്, അവർ തൊണ്ടയിൽ കൈവെക്കണം. തൈറോയിഡുകാർ നമ്മൾ ആരും വേദനിച്ച് ജീവിക്കാൻ ഈശോ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ എൻ്റെ മക്കൾ മനസ്സിലാക്കണം. വിശ്വാസത്തിന് വലിയ സാക്ഷികളാകാനുള്ളവരാണ് നമ്മൾ. ഇനി എന്തെങ്കിലും രോഗം പെർസിസ്റ്റ് ചെയ്താൽ അതിന് ആന്തരിക അഭിഷേകം തന്നിട്ട് സകല സാഹചര്യങ്ങളിൽ സങ്കടം ആന്തരികം അനുഭവിക്കാതെ സാക്ഷിയാകാൻ കർത്താവ് നിന്നെ സഹായിക്കും. ആനെ ചെരിഞ്ഞാലും 10,000 നിന്നാലും 10,000 എന്ന് പറഞ്ഞ പോലെ പ്രാർത്ഥന അങ്ങനെയാണ്. ചില പ്രാർത്ഥന കിട്ടില്ലെങ്കിൽ പോലും അതിൻ്റെ ബദൽ ഗിഫ്റ്റ് ഉണ്ട്, അതിൻ്റെ ആന്തരിക ഇന്നർ ഹീലിംഗ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ സകല സാഹചര്യം കർത്താവ് അനുവദിക്കത്തോളം കാലം തുടർന്നു കൊണ്ടുപോകാൻ നിൻ്റെ അഗ്നിയിലൂടെ നടന്നാലും അഗ്നി നിന്നെ വിഴുങ്ങാത്ത രീതിയിൽ കർത്താവ് ആന്തരികമായിട്ട് നിന്നെ അഭിഷേകം ചെയ്യാം. അപ്പോൾ ആ ബോധം എൻ്റെ മക്കൾക്ക് ഈ വിഷയത്തിലുണ്ടാവണം. നടുവേദനക്കാർ, കിഡ്നി രോഗികൾ, ക്രിയാറ്റിൻ കൂടിയുള്ളവർ, ഇപ്പോൾ 8-9 ക്രിയാറ്റിൻ ഉണ്ടായിരുന്നു, ഇന്നലെ നോർമലായിട്ട് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അവർ ഇടത് 2 കിഡ്നിയിലും നടുഭാഗത്താണ് കൈവെക്കേണ്ടത്. അച്ഛൻ കൈവച്ചിരിക്കുന്ന പോലെ വെക്കണം. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലെ ഈശോയുടെ നാമത്തിലെ ഞാൻ വിശ്വാസത്തോടെ എൻ്റെ രോഗമുള്ള ഇടങ്ങളിലെ കൈവെക്കുന്ന എൻ്റെ കൈകളെ ഇപ്പോൾ ഈശോയുടെ കൈകളായി മാറ്റണമേ. യേശുനാമത്തിലെ 32 കൊല്ലം അർപ്പിച്ച കൃപാനയുടെ ശക്തിയാൽ കൃപാസനത്താറയിലെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലെ ജീവനോട് എഴുന്നള്ളിയിരിക്കുന്ന ദിവ്യകൃപാനയുടെ നാമത്തിലെ ഞാൻ സൗഖ്യം പ്രാപിക്കട്ടെ. രോഗികളെ സൗഖ്യപ്പെടുത്തുന്നത് സുഖപ്പെടുന്ന അതിപറയുന്ന കർത്താവേ
I command you in the name of Jesus Christ to be healed. A sign with the sign of cross, so that you never again suffer from temptations. കരകടിച്ചുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങൾക്ക് സൗഖ്യം ഇരുകരത്താൽ താങ്ങി എന്നെ ഇരുരക്തത്താൽ കഴുകണമേ. ഇരുകരത്താൽ താങ്ങി എന്നെ ഇരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം, യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം എന്നൊക്കെ പറയുമ്പോഴേ ഉള്ളിൻ്റെ ഉള്ളിൽ ഗ്ലോറി ജീസസ് എന്ന് പറയണം. കാര്യം ആ രക്തമാണ് നമ്മളെ നിത്യത നേടിത്തന്നത്. കൈയടിച്ച് കർത്താവ് യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം, യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം, യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് പ്രഷർ രോഗികൾ, ഷുഗർ രോഗികൾ, മാനസിക രോഗികൾ, എപ്പിലെപ്സി രോഗികൾ, ഫിക്സ് രോഗികൾ, സൈക്കഡെലിക് രോഗികൾ, ബിഹേവിയർ ഡിസോർഡർ ഉള്ളവരില്ലേ, ഡിപ്രഷനുള്ളവർ, അവസാദ രോഗികൾ. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, മാനസിക വിഭ്രാന്തികൾ, പ്രഷർ മൂലം, ഷുഗർ മൂലം, സ്വഭാവത്തിലെ വൈകല്യം പോലും വന്നവരെ യേശുക്രിസ്തു വിശുദ്ധ രക്തത്താൽ തളിക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിലെ സൗഖ്യം പ്രാപിക്കട്ടെ. ലോർഡ് ജീസസ്. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം, യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. പ്രിയപ്പെട്ടവരെ, സർവാംഗമുണ്ടാകുന്ന രോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ, അതുപോലെ തന്നെ അസ്ഥി രോഗങ്ങൾ, വാതരോഗങ്ങൾ, ആണിരോഗം മുതൽ വെരിക്കോസിൻ്റെ രോഗം വരെയുള്ളത്, ഈ നഖം മുതൽ ശിഖ വരെയുള്ള, ഉള്ളംകാല് മുതൽ ഉച്ചി വരെയുള്ള മുഴുവൻ രോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് സ്വസ്തിക പോലെ മുഴുവൻ ബോഡി കർത്താവിനെ ഏൽപ്പിച്ചുകൊണ്ട് അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എൻ്റെ ഉള്ളംകാല് മുതൽ ഉച്ച വരെയുള്ള മുഴുവൻ രോഗങ്ങളെ, ശരീരഭാഗങ്ങളെ ദിവ്യകൃപാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവിൻ്റെ രക്തത്താൽ യേശുവിന്റെ നാമത്തിലെ, യേശുവിന്റെ നാമത്തിലെ, യേശുവിന്റെ നാമത്തിലെ ഞാൻ സൗഖ്യമാകട്ടെ. ഞങ്ങളുടെ ശരീരത്തിന്റെ സർവാംഗ രോഗങ്ങള്, കാലങ്ങളാൽ അനുഭവിക്കുന്ന രോഗദുരിതങ്ങള്, യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം, യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നമ്മൾ ഉടമ്പടി വെച്ചിരിക്കുന്ന വിഷയങ്ങൾ, ഭൗതിക സാഹചര്യങ്ങൾ, പരാധീനതകൾ, പോരായ്മകൾ, പരിശുദ്ധ അമ്മ വഴി ഈശോയെ അനുസ്മരിപ്പിക്കുന്ന സമയമാണിത്. ജോലിയില്ലാത്തവരെ, വീടില്ലാത്തവർ, സ്ഥലം ഇല്ലാത്തവർ, വഴി ഇല്ലാത്തവർ, നൈപുണ്യ പരീക്ഷകൾ, യോഗ്യതാ പരീക്ഷകൾ, മത്സര പരീക്ഷകൾ ഒരുങ്ങുന്നവർ, എഴുതി കഴിഞ്ഞവർ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, റിക്കൗണ്ടിങ്ങിന് കൊടുത്തവർ, റിവാലുവേഷന് കൊടുത്തുവിട്ടുള്ളവർ, ഇൻ്റർവ്യൂ ടെസ്റ്റുകളെല്ലാം ഡേറ്റ് ഇട്ടിട്ടുള്ളവർ, അത് നോക്കി പാർക്കുന്നവർ, കയറിപ്പോകാൻ വേണ്ടി വിസ പ്രതീക്ഷിക്കുന്നവർ അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, സാമ്പത്തിക മേഖലകളെ പരിശുദ്ധ അമ്മ വഴി ഈശോയെ കേൾപ്പിക്കുന്ന, ജോലിയില്ലാത്തവരെ, സാമ്പത്തിക ബാധ്യതകളാൽ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ
ജീവിക്കാൻ പേടിയായവരെ, എല്ലാ തരത്തിലും മനസ്സ് നോവുന്നവരെ യേശുവിന്റെ നാമത്തില് വിടുതൽ പ്രാപിക്കട്ടെ, വിടുതൽ പ്രാപിക്കട്ടെ. ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടുത്തണമേ, ദൈവത്തിന്റെ കൃപ ചൊരിയണമേ, അഭിഷേകം ചെയ്യണമേ. വിടുതലിൻ ആത്മാവേ എന്നിൽ നിറയണമേ, അഗ്നിതൻ അഭിഷേകമായി പടരണമേ. വിടുതലിൻ ആത്മാവേ എന്നിൽ നിറയണമേ, അഗ്നിതൻ അഭിഷേകമായി പടരണമേ. വിവാഹം ഒത്തുവരാത്തവരെ, മക്കൾ ഇല്ലാത്തവരെ, വിവാഹ ഉടമ്പടിയിൽ മാനസിക അകൽച്ച വന്ന കേസിനും തർക്കങ്ങളിലും ഇരിക്കുന്ന ദുരിത കുടുംബങ്ങൾ, ഉള്ള മക്കൾക്ക് രോഗമുള്ളവരും മക്കളില്ലാത്തവരെ, ഭാഗ ഉടമ്പടി നടക്കാത്തവരെ, കേസിൽ അകപ്പെട്ടിരിക്കുന്നവരെ, വർഷങ്ങളായി നിലനിൽക്കുന്ന കുരുക്ക് പിടിച്ച സങ്കീർണമായ വിഷയങ്ങളുള്ള കുടുംബങ്ങൾ, അതെല്ലാം വിട്ടുമാറാൻ വേണ്ടി പരിശുദ്ധമ്മയുടെ മധ്യസ്ഥനെ ഏൽപ്പിച്ചുകൊണ്ട് യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. Lord Jesus Christ, Father of the Spirit, the fire in Christ, sock with the precious blood, Lord of Jesus Spirit, and with the authority of the Catholic Church, with the power of Jesus Christ, with the baptism of Holy Priesthood, I bless her. Hallelujah. So grace and peace and power. Praise Jesus. പൈശാചിക ബന്ധനങ്ങൾ അകപ്പെട്ടവരെ, കൊടുവത്തരം മന്ത്രവാദങ്ങൾ, അതുപോലെ തന്നെ സത്യദൈവത്തിൻ്റെ വിശുദ്ധ ശുശ്രൂഷയിൽ നിന്ന് അകന്നു പോയിട്ടുള്ളവരെ, വിശ്വാസരാഹിത്യമുള്ളവരെ, പ്രാർത്ഥനയില്ലാത്ത കുടുംബങ്ങളിലെല്ലാം കർത്താവ് പരിശുദ്ധമ്മയുടെ മധ്യസ്ഥനെ ഏൽപ്പിക്കുകയാണ്. വ്യക്തികൾ, അകന്നുപോയ വ്യക്തികൾ, ആത്മാവിനെ നഷ്ടപ്പെടുത്തുന്ന ബന്ധനങ്ങളിലും ബന്ധങ്ങളിലും പ്രണയങ്ങളിലൊക്കെ ചെന്ന് അകപ്പെട്ടിരിക്കുന്നവരുടെ മേൽ കർത്താവിൻ്റെ ഇടപെടലുണ്ടാകാനും അവർക്ക് ആന്തരിക ജ്ഞാനം ലഭിച്ചുകൊണ്ട് നിത്യരക്ഷയെക്കുറിച്ചുള്ള ഭയം അത് നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്ന ബോധം ഉണ്ടാകാൻ വേണ്ടി ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. Lord Jesus, power of your Spirit, I command you, in the name of Jesus Christ, to be healed. അത്ഭുതമായ വിടുതൽ തലമുറകൾക്കെന്നും അവകാശം. അത്ഭുതമായ വിടുതൽ തലമുറകൾക്കെന്നും അവകാശം. യേശുവിൻ ബലിയുടെ യോഗ്യതയാണ് ബന്ധനത്തിൽ നിന്നും വിടുതൽ. യേശുവിൻ ബലിയുടെ യോഗ്യതയാണ് ബന്ധനത്തിൽ നിന്നും വിടുതൽ. ബന്ധനമഴിയട്ടെ, വിത്തുകൾ പൊട്ടട്ടെ, ബന്ധനമഴിയട്ടെ, വിത്തുകൾ പൊട്ടട്ടെ. യേശുവിൻ്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ. യേശുവിൻ്റെ ഞങ്ങളിൽ നിറയട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേർച്ച വസ്തുക്കളെടുക്കുക. സമാപനാശീർവാദം. സന്തോഷത്തിലെടുക്കുക. കർത്താവിൻ്റെ പരിശുദ്ധമായ രക്തം നിന്റെ നേർച്ച വസ്തുക്കളിൽ ആവശ്യിക്കുന്ന സമയമാണ്. പത്രം വാങ്ങിക്കാത്തവർ പത്രം ആശീർവദിച്ച ശേഷം വെച്ചിരിക്കുകയാണ്. ഇപ്പോഴും പത്രത്തെ ആശീർവദിക്കാൻ പോവുകയാണ്. പത്രം വാങ്ങിച്ചുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഭവനങ്ങളിലേക്ക് മടങ്ങേണ്ടത്. സൽപ്രവൃത്തി, കൃപാവര പ്രവൃത്തി താമസിക്കരുതെന്ന് എൻ്റെ അർത്ഥം. ഉടമ്പടി പുതുക്കുന്നതിൻ്റെ ആവശ്യം നമുക്കറിയാം. ഉടമ്പടി നമുക്ക് ഒറ്റഘട്ടമായിട്ടും ചെയ്യാൻ പറ്റും. കാര്യം 90 ദിവസം മാത്രം ഉടമ്പടി ആദ്യഘട്ടമുള്ളത്. അതുകൊണ്ട് നമുക്ക് ഉടമ്പടി വേണമെങ്കിൽ സമാപിപ്പിക്കാം, നിങ്ങളുടെ സൗകര്യക്കുറവനുസരിച്ച് കൊണ്ട്. സൗകര്യമില്ലാത്തവർ ഉടമ്പടി നീട്ടിക്കൊണ്ട് പോകേണ്ട കാര്യമില്ല. ഉടമ്പടി 90 ദിവസത്തെ പ്രാർത്ഥനയാണ്.
അത് പരിശുദ്ധ അമ്മ എലിസബത്തിൻ്റെ വീട്ടിൽ വാഗ്ദാന പേടകമായി നിന്നതും ആ കുടുംബത്തെ പരിശുദ്ധാവിനെ അനുഗ്രഹിച്ചതും പഴയ നിയമത്തിൽ ഒബേദ് ഹെറോദിൻ്റെ കുടുംബത്തെ വാഗ്ദാന പേടകം സ്ഥിതി ചെയ്തപ്പോൾ ഭൗതിക സാഹചര്യത്തിൽ അനുഗ്രഹമുണ്ടായതിൻ്റെ അനുസ്മരണമാണ് ഉടമ്പടിയുടെ ആദ്യഘട്ടമെന്ന് പറയുന്നത്. അതാണ് 90 ദിവസം. അപ്പോൾ 90 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യക്കാർക്ക് ആ ഉടമ്പടിയിൽ നിലനിൽക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അത് പുതുക്കാവുന്നതാണ്. ഒന്നാമത്തെ പുതുക്കലും രണ്ടാമത്തെ പുതുക്കലും ഈസി ആയിട്ട് നടക്കും. കാര്യം മെസ്സേജ് അച്ഛനുമായിട്ട് കൗൺസിലിംഗ് വരണത് ഈ 6 മാസം വരെ 3ാമത്തെ തൊട്ടാണ് തുടങ്ങുന്നത്. കാരണം ഈ വർഷം പുതിയ വർഷമല്ലേ. പുതിയ വർഷത്തിൽ നല്ല ആയിരക്കണക്കിന് ആൾക്കാർ ഉടമ്പടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉടമ്പടിയിൽ നിലനിൽക്കുന്നവരെ ആണ് അച്ഛൻ അത്യാവശ്യ സമയത്ത് മെസ്സേജ് കൊടുക്കുന്നത്. പ്രാർത്ഥിച്ച് മെസ്സേജ് ഉണ്ടെങ്കിൽ കൊടുക്കും. അപ്പോൾ 3ാമത് തൊട്ടാണ് മെസ്സേജ് തുടങ്ങുന്നത്. അതുകൊണ്ട് 1ഉം 2ഉം പുതുക്കൽ ഈസിയാണ്. നിങ്ങളുടെ കയ്യിൽ ഉടമ്പടി പ്രാർത്ഥന ഉടമ്പടി കൂടിയതിൻ്റെ രസീത് ഉണ്ടെങ്കിൽ കൗണ്ടറിൽ നിന്ന് 6ാം കൗണ്ടറിൽ നിന്ന് മറ്റേ ഈസിയായിട്ട് അത് പുതുക്കി തരും. പക്ഷേ 3ാമത്തെ സമയം മുതൽ നിങ്ങൾ സാക്ഷ്യം എഴുതി കൊടുക്കണം. കാര്യം ഉടമ്പടി 3ാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ആൾക്ക് ആ വ്യക്തിക്ക് സാക്ഷ്യം ഉണ്ടായില്ലെങ്കിൽ പിന്നെ 3ാം ഘട്ടത്തിലേക്ക് നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾ തീക്ഷ്ണമായിട്ട് കൃത്യമായിട്ട് പ്രാർത്ഥിച്ച് കൃത്യമായി ഉപവസിച്ച് കൃത്യമായിട്ട് സൽപ്രവൃത്തി ചെയ്ത് കൃപാവര പ്രവൃത്തി ചെയ്ത് പ്രാർത്ഥന മുടക്കാതെ കറക്റ്റ് 5:30 തന്നെ എഴുന്നേറ്റ് 6 മണിക്കൂറിൽ പ്രാർത്ഥന അവസാനിപ്പിച്ച് രാത്രിയും പ്രാർത്ഥിച്ച് പ്രേക്ഷിത പ്രവർത്തനം ചെയ്ത് കറക്റ്റ് ചെയ്യണം. കാരണം അത് വിശ്വസ്തയുടെ പ്രാർത്ഥനയാണ്. അപ്പോൾ അത് അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും 3ാം ഘട്ടത്തിൽ നിങ്ങൾക്ക് എഴുതി കൊടുക്കാം. പിന്നെ ജലദോഷപ്പനി മാറി മുട്ടപ്പനി മാറി എന്നൊക്കെ എഴുതി കൊടുത്താൽ അംഗീകരിക്കത്തില്ല. ഉടമ്പടി ഫീച്ചേഴ്സ് ഉണ്ടാകണം. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതാണ് ഉടമ്പടി ഫീച്ചർ എന്ന് പറയുന്നത്. നിൻ്റെ കഴിവല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രം. ആൻഡ് ഐ വിൽ കം വിത്ത് യു. കർത്താവ് നിൻ്റെ കൂടെ വന്നു എന്നതിൻ്റെ തെളിവ്. അതാണ് രണ്ടാമത്തത്. പിന്നെ എന്താണ്, അതുപോലെ തന്നെയാണ് ഉടമ്പടി തൈലങ്ങൾ. അതെന്താണ്, ഞാൻ നിൻ്റെ കൂടെ വരും എന്നുള്ളതിൻ്റെ അധികാരത്തിൻ്റെ അടയാളങ്ങളായിട്ടാണ് ഉപ്പും തൈലമൊക്കെ കാശിലുമൊക്കെ നിനക്ക് കിട്ടിയിരിക്കുന്നത്. അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള വിശ്വാസം നീ എങ്ങനെ പ്രാപിക്കണമെന്ന് വർദ്ധിപ്പിക്കണമെന്നാണ് ഇന്ന് സംസാരിച്ചിരിക്കുന്നത്. ഈ ഹോംവർക്കുകളെല്ലാം കൃത്യമായിട്ട് കേട്ട് ചെയ്യണം. കാര്യം ദൈവം നമുക്ക് നൽകുന്ന ജ്ഞാനത്തിൻ്റെ വാതിൽ അമ്മ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ആനുകൂല്യമായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ആധ്യാത്മികമായിട്ട് വളരാൻ ഉദ്ദേശിക്കുന്നവർ അതിൻ്റെ സാങ്കേതികമായ വിഷയങ്ങൾ ശ്രദ്ധയോടെ പാഠപുസ്തകം പോലെ പഠിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് യൂട്യൂബിൽ ഒരു പ്രാവശ്യം കേട്ടാൽ പോരാ, 1, 2, 3 പ്രാവശ്യമൊക്കെ അത് പഠിക്കണം. കേട്ട് പഠിക്കണം. എങ്ങനെ? അപ്പോൾ നിങ്ങൾ അറിയാതെ ഇങ്ങനെ വളരും. നിത്യത വരെ നിലനിൽക്കുന്നതല്ലേ എൻ്റെ ഗുണങ്ങൾ. നിത്യത വരെയല്ലേ എൻ്റെ നിലനിൽക്കുന്നത്. നമ്മൾ ഇക്കാലങ്ങളിൽ സഭയെ ശക്തിപ്പെടുത്താൻ, കുടുംബങ്ങളെ കൃപയിൽ നിർത്താൻ വേണ്ടി അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട് നൽകിയതുപോലെയാണ് സമയത്തിൻ്റെ ഈ പ്രാർത്ഥന വരുന്നത്. അതല്ല എല്ലാ മേഖലകളിലും KCBC എന്തുകൊണ്ടാണ് തിയോളജി കമ്മീഷൻ ചെയർമാൻ തന്നെ ഇതിന് വളരെ ഭംഗിയായ അവതാരിക എഴുതിയിരിക്കുന്നത്? ആ പ്രാർത്ഥന അത്രയും പക്കയായതുകൊണ്ടാണ്. അപ്പോൾ എൻ്റെ മക്കൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഭംഗിയായിട്ട് തന്നെ ചെയ്യണം. പുതിയ പുസ്തകത്തിൽ ബിഷപ്പ് വർഗീസ് ചക്കാരകൻ്റെ KCBC ചെയർമാൻ്റെ തിയോളജി കമ്മീഷൻ ചെയർമാൻ്റെ അവതാരികയുണ്ട് പുസ്തകത്തിൽ. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിൻ്റെ റേഞ്ചിൻ്റെ അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾ ആ വിഷയം ഭംഗിയായിട്ട് ചെയ്ത് എല്ലാവരും. പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, 4ാമത്തെ പുതുക്കലെന്ന് പറയണത്, ഇന്ന് 60 സാക്ഷ്യം നമുക്ക് കിട്ടിയ 20 സാക്ഷ്യം മാക്സിമം 25 പറയിപ്പിക്കാനുള്ള സമയമേ ഉള്ളൂ ഇവിടെ. അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ള 35 സാക്ഷ്യങ്ങൾ ഞങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് ബ്രദർ എഡ്വേർഡിനോട് ചോദിച്ചാൽ നിങ്ങൾക്കത് കിട്ടും. അത് അവർക്ക് വേണമെങ്കിൽ ബുധൻ തൊട്ട് ഞായറാഴ്ച വരെയുള്ള സമയങ്ങളിൽ സാക്ഷ്യമായിട്ട് പറയാവുന്നതാണ്. അവർ സാക്ഷ്യം പറയാൻ ഞങ്ങൾ എഴുതി കൊടുത്തിട്ട് നമുക്ക് പറയിപ്പിച്ചില്ല എന്ന് പറയരുത്. നമുക്ക് സമയപരിധിയുണ്ട്. ഉടമ്പടി ഫീച്ചേഴ്സ് കൂടുതലുള്ള സാക്ഷ്യങ്ങളാണ് നമ്മൾ മെയിൻ ഓൾട്ടറിൽ പറയിപ്പിക്കുന്നത്. അപ്പോൾ 4ാമത്തെ പുതുക്കുന്നതിന് ആ സാക്ഷ്യം ഇവിടെ ഇടദിവസങ്ങളിൽ പറഞ്ഞാൽ മതിയാവും. അപ്പോൾ ബ്രദർ ചീട്ട് തരുമ്പോൾ കൗൺസിലർ 4ാമത് പുതുക്കി തരും. 5ാമത് പുതുക്കണത് ഈ ഉടമ്പടിയുടെ 4 ഘട്ടങ്ങളും പുതുക്കി കഴിഞ്ഞതിന് ശേഷം ഓൾട്ടറിൽ ലൈവായിട്ട് സാക്ഷ്യം പറയണം. അതായത് മുഴുവൻ ഉടമ്പടിയുടെ പവറായിരിക്കും അത്. ആ സാക്ഷ്യം നിങ്ങൾ യൂട്യൂബിൽ വന്നിരിക്കുന്നത് കൗണ്ടറിൽ കാണിക്കുമ്പോഴാണ് 5ാമത് പുതുക്കിയിട്ട് നീലപത്രം തന്നെ അത് ഉടമ്പടി. ഇപ്പോൾ ചില ആൾക്കാരുടെയൊക്കെ നീലപത്രം ഇരിപ്പുണ്ടെങ്കിലും അതൊക്കെ ഇന്നാക്റ്റീവാണ്. കാര്യം അവരാരും സാക്ഷ്യം പറഞ്ഞിട്ടില്ല. നീലപത്രം പൂർത്തിയാക്കിയത് മാത്രമേ ഉള്ളൂ, പ്രൊസീഡിങ്സിന് മുന്നോട്ട് പോകത്തില്ല.
കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാക്ഷ്യം പറഞ്ഞിട്ട് കഴിഞ്ഞാൽ നിലപത്രക്കാർ സാക്ഷ്യം പറഞ്ഞാൽ തീർച്ചയായിട്ടും കൗണ്ടറിൽ വന്നിട്ട് അത് കാണിച്ചിട്ട് അത് ആക്ടിവിറ്റി ചെയ്ത് എടുക്കണം, സീൽ ചെയ്തെടുക്കണം. ഞങ്ങൾ സാക്ഷ്യം പറഞ്ഞു. അപ്പോൾ ആ കംപ്ലീറ്റ് ഉടമ്പടി എന്ന് പറയുന്നത് അവർക്കുള്ള ഗുണമെന്ന് പറയുന്നത് ഒരു ക്രൈസിസ് വന്നാൽ ഏത് സമയത്ത് അത്യാവശ്യ സമയത്തൊക്കെ ഒരു മെസ്സേജ് കൗൺസിലേക്ക് പോകാൻ പറ്റും നമുക്ക്. കാര്യം നിങ്ങൾ ഉടമ്പടിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന സമയത്തിന് ആനുപാതികമായിട്ടാണ് കൗൺസിലിംഗ് സമയം അച്ഛനുൾപ്പെടെയുള്ളവർ തരണത്. ഇപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ വളരെ ശ്രദ്ധിക്കണം. വളരെ കാര്യം ഇത്രയും ആൾക്കാർ ഉടമ്പടി ചെയ്യണതല്ലേ, ആയിരക്കണക്കിന് ആൾക്കാർ. അപ്പോൾ അതിനകത്ത് എപ്പോഴും ഏറ്റവും കൂടുതൽ ഉടമ്പടിയോട് വിശ്വസ്തത കാണിച്ചിട്ടുള്ള ആൾക്കാരെയാണ് കൗൺസിലിങ്ങിലേക്ക് മാറ്റുന്നത്. അപ്പോൾ അതുകൊണ്ടുള്ള പുതുക്കൽ വളരെ സീരിയസ് വിഷയം തന്നെയാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് സംസാരിക്കും. നേർച്ച വസ്തു ഉയർത്തിപ്പിടിക്കുക. കൃപാസനം ഉടമ്പടി നേർച്ച വസ്തുക്കൾ നമ്മുടെ മതിൽക്കെട്ടിൻ്റെ ഉള്ളിൽ മാത്രമേ ഉള്ളൂ. പുറത്തുള്ള നാട്ടുകാർ വിൽക്കുന്ന വിൽപ്പന വസ്തുക്കളില്ലേ, അതൊന്നും കൃപാസനമായിട്ട് ഒരു ബന്ധമില്ലാത്തതാണ്. അത് കൃപാസനത്തിനായിട്ട് ഉപയോഗിക്കാനും പാടില്ല. നിങ്ങൾക്ക് സ്വന്തമായിട്ട് അത് അവരൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ്, കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടിയാണ് അതൊക്കെ ചെയ്യണത്. അങ്ങനെയുള്ള കാരുണ്യം ഉണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം. പക്ഷേ കൃപാസനത്തിൻ്റെ ഒന്നുമല്ല. അതെപ്പോഴും ഓർത്ത് വേണം. കൃപാസനത്തിൻ്റെത് ഓരോ നേർച്ച വസ്തു നിങ്ങളുടെ മുമ്പിൽ എത്തുമ്പോൾ എത്രയോ പ്രാവശ്യത്തെ ഉപവാസ പ്രാർത്ഥനയും എത്രയോ പ്രാവശ്യത്തെ ആശീർവാദം കഴിഞ്ഞാൽ എത്തണം നിങ്ങൾ ഓർക്കണം. അതാണ് അതിൻ്റെ സാക്ഷ്യത്തിൻ്റെ ശക്തി. വിശ്വാസ പ്രമാണം ചെയ്യട്ടെ. Lord Jesus Christ, pour out His Spirit, the fire-filled care, soak with the precious blood. I cast disease and would cast it from you. By God the Father Almighty, who made heaven and earth in the conday, let the devices for devil's legions, Satan's attacks and machinations, be dispelled unto and afar from me. And with the authority of the Catholic Church, with the power of Jesus Christ, with the merits of the Holy Priesthood, I bless the Holy Relics, those using of grace and peace and power. യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. എപ്പോഴും ആ ഒരു വിശ്വാസത്തിൻ്റെ ചൈതന്യത്തിൽ നിൽക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് യൂട്യൂബ് സന്ദർശിച്ച് ധ്യാനം കൂടി പ്രാർത്ഥിച്ച് ആരാധന കൂടി എപ്പോഴും നിങ്ങൾ ചൈതന്യം നിലനിൽക്കേണ്ടതാണ് പ്രത്യേകം ഓർപ്പിക്കുന്നു. സമാപന ആശീർവാദം സ്വീകരിക്കാം. സ്വർണം അതുപോലെ വിലപിടിപ്പുള്ള വസ്തുക്കൾ സ്വന്തമായി സൂക്ഷിക്കുക, കരുതൽ വേണം. കരങ്ങൾ ഉയർത്തട്ടെ. നേർച്ച വസ്തുക്കൾ ഉയർത്തിപ്പിടിച്ച് സ്തുതിക്കട്ടെ. കരങ്ങൾ ഉയർത്തി നേർച്ച വസ്തുക്കൾ ഉയർത്തിപ്പിടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ഉടമ്പടി നേർച്ച വസ്തുക്കളെ അങ്ങ് ദിവ്യാത്മാവിനാൽ അപ്പോസ്തല അധികാരത്താൽ ആശീർവദിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കൃപാസനത്തിന് സ്റ്റാഫിനെ ആവശ്യമുണ്ട്. 9 മണിക്ക് കൃത്യമായിട്ട് വരാൻ ഇവിടെ വന്ന് ജോലി ചെയ്യാൻ പറ്റുന്നവർക്ക് ഓഫീസിൽ അപേക്ഷ കൊടുക്കാവുന്നതാണ്. ഓഫീസ് മാനേജർക്ക് അല്ലെങ്കിൽ HR മാനേജറുണ്ട്, ജോസഫ് സാറാണ്. 9 മണിക്ക് ഓഫീസിൽ വന്ന് ജോലി ചെയ്യാൻ സൗകര്യമുള്ളവർക്ക് നിങ്ങൾക്ക് കൃപാസനത്തിൽ നിന്ന് പ്രേക്ഷിത ശുശ്രൂഷയ്ക്ക് അവസരം നൽകുന്നതായിരിക്കും. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനം ഉയർത്തി സ്വരം ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ സംരക്ഷിക്കണം. കരങ്ങൾ ഉയർത്തി ശക്തമായി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇത് കർത്താവ് മാരക രോഗങ്ങള് തത്സമയം സൗഖ്യം നൽകുന്നു. വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരുടെ നിയോഗങ്ങളുടെ മേൽ, പ്രാർത്ഥനകളുടെ മേൽ ദിവ്യകാരുണ്യത്തിന്റെ മുദ്ര അഭിഷേകമായി പതിയുകയാണ്. ഈശോ വിടുതലിന്റെ ആത്മാവിന് വർഷിക്കുകയാണ്. സൗഖ്യം വർഷിക്കപ്പെടുന്നു. ഈശോ അനുസ്രവദിക്കുകയാണ്. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശിരസ് നമിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും ആശീർവദിച്ച പരിശുദ്ധ പരമ